ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഫസ്റ്റത്തെ സ്പെഷ്യൽ സെറ്റായിട്ടോ ചൂടിടലി, നല്ല സ്പെഷ്യൽ സാമ്പാർ, ചൂട് സാമ്പാർ. ഉച്ചക്കത്തേക്കുള്ള സദ്യക്കുള്ള എല്ലാവരും സെറ്റാവാൻ പോവുകയാണ്. ഇത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അരിയാൻ വേണ്ടി ഇരിപ്പുണ്ട്. അത് കറിക്ക്, പരിപ്പ് കറിക്ക്. ചെറിയ ഇഡ്ഡലി ഇതാ നല്ലത്. ഇങ്ങനെ വേണം വെക്കേ, നിനക്ക് വേണം ഇത് കുഴച്ച. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പാറാണ്. ഇതേപോലത്തെ സാമ്പാർ ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ച് അരച്ച് വാരിയിട്ട് നല്ല ഇഡ്ഡലി, നല്ല ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇഡ്ഡലി. ആദ്യം അതിൻ്റെ സോഫ്റ്റ് ഇഡലി സാമ്പിൾ നോക്കാം. സ്പൂൺ ചെറുതായിപ്പോയി. സാമ്പാറൊക്കെ നല്ലപോലെ കുഴയ്ക്കണം. ഇല്ല ഒന്നും കൂടെ കുഴക്കല്ലേ. പോട്ടോ ഇങ്ങോട്ട് ഉടച്ച് വരിക. ഇതിൽ 10 ആപ്പെണ്ണം തിന്നാം. എനിക്ക് ഉച്ചയ്ക്ക് കിട്ടല് മതി. സദ്യ ഉണ്ട്, സ്പെഷ്യൽ സദ്യ. ഇല്ല, ഇതാ നല്ലത്. ഇതെല്ലാം കഴിഞ്ഞൊരു പ്ലേറ്റ്, ഒരു നക്കൊക്കെ ഉണ്ട്. അയ്യോ, ആണ് നാളെ നബിദിനല്ലേ. സദ്യ അല്ല, സേമിയ. ബൈ ബൈ ബൈ, ടാറ്റ, ഓക്കെ. അപ്പോൾ കേസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ ആൻറ്റി പായസം കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കുടിക്കാം. അപ്പോൾ കേസ് നല്ല സൂപ്പർ പായസമാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും നേരം ഉമ്മാക്ക് താത്തിയാണ് കേട്ടോ, ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇപ്പം എന്താ മിക്സ് വെച്ചായിരിക്കുന്നത്. അരിപ്പായസമാണ് എനിക്ക്. പായസത്തിൽ ഏറ്റവും ഇഷ്ടം സേമിയാണ് കേട്ടോ. സദ്യയിലൂടെ സേമിയ. ഇത് അപ്പുറത്തെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് പിന്നെ എനിക്ക് വിശന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ ഇഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. ചമ്മന്തി ഇല്ലായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ ഉള്ളത് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം രണ്ട് ഇഡലിയും പിന്നെ സാമ്പാറൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഡലി ഉണ്ടാക്കുമ്പോൾ ഉമ്മച്ചി ഇങ്ങനെ തോനെ ഉണ്ടാക്കിയിട്ട് ബാക്കി വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം 2 ഇഡലിയും സാമ്പാറും കഴിച്ച് പിന്നെ ഞാൻ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1-2 കൂടെ. ഗൈസ് നമ്മളിതാ ഓണത്തിന് ഒരുങ്ങി സെറ്റായിട്ട് ഞാനും അയും കൂടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എന്നെങ്കിലും ഒരു ഷൂട്ട് ചെയ്യുവാന്നും പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കാണാം. ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടൊന്ന സമയം കൊണ്ട് ഉമ്മച്ചി ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാട്ട് എന്തൊക്കെയാണ്. പരിപ്പ് കറി ആയിട്ടുണ്ട്. പരിപ്പ് കറിയായി. ഇഡലിയും പരിപ്പ് കറി.
ഇത് കണ്ടോ, ഞാനൊരു ഇത് ചെയ്ത് നോക്കാൻ പോയി എക്സ്പെരിമെൻറ്റ്. പപ്പടം എടുത്തിട്ടുണ്ട്, അതിനകത്ത് തേങ്ങയും പഞ്ചാരയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുത്ത് നോക്കാം. എങ്ങനെയും ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ. വേണോ? അപ്പോൾ ഗൈസ്, അപ്പോഴത്തേനും സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മച്ചി. എല്ലാം അങ്ങനെ പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും താഴെ പായൊക്കെ വിരിച്ച് വാഴയിലേക്ക് ഇട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റായിട്ടും. അപ്പം ഇത് 3 വാഴയിലേ ഉള്ളൂ, കാരണം ഉമ്മയും വാപ്പായും കൂടെ ഒന്നിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം എന്തൊക്കെയുണ്ടായിരുന്നു? പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഇത് തോരനും പയർ ഇരിക്കുറട്ടിയാണ് കേട്ടോ. അതാണ് 2 അപ്പം അതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു കേസ്, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ ഇഞ്ചിക്കറിയും പപ്പടം ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കേട്ടോ സൈഡ് ഡിഷായിട്ടും. പിന്നെ വീത്താനായിട്ടും സാമ്പാർ, മോര്, പരിപ്പ് അതൊക്കെയായിരുന്നു. പിന്നെ പായസം, സേമിയയും മറ്റേ പായസം, ശർക്കരയുടെ ആ ഒരു പായസമാണ് കേട്ടോ, അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ ഒരു പായസമായിരുന്നു. അപ്പോൾ ഗെയ്സ്, വൈകിട്ട് വീണ്ടും റെഡിയായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട്, കാരണം മേളിൽ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഉറിയടി, വടംവലി അങ്ങനെയൊക്കെ കണ്ടോ ഗെയ്സ്, 2 പേരും ഉണ്ട്, ഉമ്മയും. അപ്പോൾ ഗെയ്സ്, നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഉച്ചയ്ക്ക് അത്ര അങ്ങോട്ടും ഫുഡിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എൻ്റെ ആർത്തി കാരണമല്ല. മനസ്സിലായല്ലോ. അപ്പം ഞാൻ കുറച്ചുകൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാം കുറച്ച് തോനെയാണോ എടുത്തതെന്ന് എനിക്ക് ലാസ്റ്റ് തോന്നി കേട്ടോ. കാരണം എൻ്റെ പൊന്നോ, എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു കേസ്. അവിയലും കൂട്ടുകറിയൊക്കെ എടുത്ത് വെക്കുന്ന നോക്കിയാണ് ലോഡ് എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ചോറ് കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷേ കറികളൊക്കെ തോനെ എടുത്ത് വെച്ചു കേട്ടോ. സാമ്പാറൊക്കെ എനിക്ക് അറിഞ്ഞൂടാ കേസ്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പരിപ്പും മോരുകറിയൊക്കെയാണ് ഞാൻ വീണ്ടും എടുത്തു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. മോരൊക്കെ ഞാൻ വാരി കുടിക്കുമായിരുന്നു തോന്നുന്നു. അപ്പം പിന്നെ ഇഞ്ചിക്കറി, അത് പേരിന് ഇച്ചിരി എടുക്കത്തുള്ളൂ, കാരണം എനിക്ക് ഇഞ്ചിക്കറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ അത് സൈഡിലുണ്ടെങ്കിലും കുറച്ച് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേസ്. ലാസ്റ്റ് ഒന്നും ഞാൻ ബാക്കിയാക്കിയില്ല കേട്ടോ. എനിക്ക് ഫുഡ് ബാക്കിയാക്കാന്ന് വെച്ചാൽ ഇഷ്ടമല്ല കേട്ടോ. എന്തുണ്ടെങ്കിലും ബാക്കിയാക്കത്തില്ല, എല്ലാം കഴിച്ച് ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും ആ പരിപ്പ് കറിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കണം. എന്നിട്ട് നമ്മുടെ സാമ്പാറും കൂടെ വെച്ച് കുഴച്ചിട്ട് കാത്തോരനും വെച്ച് അതും നന്നായിട്ട് ഇളക്കി, അവിയലും കൂടെ എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് ഇളക്കണം. കൂട്ടുകറിയും കൂടെ വെച്ച് കുഴച്ച് തോരനും കൂടി ഇട്ട് അതും ഇളക്കി, ഇവിടെ പച്ചടിയും കൂടെ വെച്ചിട്ട് കിച്ചടി അതും കൂടെ അങ്ങോട്ട് കൂട്ടി, ഇച്ചിരി ഇഞ്ചിക്കറിയും കൂടെ വെച്ച് അതും ഇളക്കി, ഇച്ചിരി പപ്പടവും കൂടെ വെച്ചിട്ട് കുഴച്ചിട്ട് വെച്ചിട്ട് വലിയൊരു വായിക്കാം എല്ലാം കൂടെ കൂട്ടിയിട്ട് രക്ഷയില്ല. മോരുകറിയും പരിപ്പും പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചടി ബീട്രൂട്ടിൻ്റെ ഐറ്റത്തിനോട് വലിയ ഇതില്ല, പക്ഷേ ഇഷ്ടം. അവിയൽ, പപ്പടം എല്ലാം കൂടെ കുഴച്ചിട്ട് കൂട്ടുകറി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല എരിയും ഒക്കെ ആയിട്ട്.
മേളിൽ ഇത് പരിപാടികളും ഉണ്ട്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. മോരറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോരറിയും പപ്പടം. ഈ പപ്പടം കൂടെ എരിയുണ്ട് നല്ല. ഇനിയിപ്പം ഞാൻ ഇത് ഫിനിഷ് ആക്കിയിട്ട് കേട്ടോ, എല്ലാം കൂടെ കൂട്ടി ഒരു അടി അടിക്കാം. ഗൈസ് അതുപോലെ തന്നെയാണ് കേട്ടോ പായസവും ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ആ ഒരു ശർക്കരയുടെ പായസം അത്ര അങ്ങോട്ട് കഴിച്ചില്ലായിരുന്നു. അടപ്രഥമൻ അത് അത്ര കഴിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും പപ്പടവും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചു. പക്ഷേ പപ്പടവും പായസവും പഴവും വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയില്ലേ? പായസവും പഴവും പപ്പടവും വലിയ ഇഷ്ടമല്ല. പക്ഷേ പപ്പടവും പായസം ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മി സേമിയ പായസം തോനെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് പകുതിയും തീർത്തത് ഞാനായിരുന്നു തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ഒരു സുഖം, ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും. അപ്പം അതായിരുന്നു കേട്ടോ. അപ്പോൾ ഗീസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു പറയണം കേട്ടോ. അപ്പോൾ ഗീസ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതും ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതും ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഓണത്തിൻ്റെ അന്നാണോ പിറ്റേന്നാണോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ ഇത്തെടുത്ത് കളഞ്ഞു കേട്ടോ, ചാനൽ ഡിലീറ്റാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, വടംവലി, ഉറിയടി അങ്ങനെയൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും അവിടെ ഇങ്ങനെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ച് ഞാനത് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ കൂടെ ചേർത്ത് അത് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. അത് അപ്പോഴത്തേനും ഇനി വീണ്ടും ഒന്നും കൂടി വീഡിയോ എഡിറ്റ് ചെയ്തിടേണ്ടി വന്നു. ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോയും ഞാൻ ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്തിടേണ്ടി വന്നു കേട്ടോ. അതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.